ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ശൈശവത്തിൽ വിവാഹമോ വിദ്യാഭ്യാസമോ എന്ന വിഷയത്തിൽ പത്തനാപുരത്ത് സെമിനാർ സംഘടിപ്പിച്ചു. ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പത്തനാപുരത്ത് സെമിനാർ സംഘടിപ്പിച്ചു. ശൈശവത്തിൽ വിവാഹമോ വിദ്യാഭ്യാസമോ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് സെമിനാർ സംഘടിപ്പിച്ചത്. ശനിയാഴ്ച വൈകിട്ട് 3 മണിക്ക് പത്തനാപുരത്ത് നടന്ന ചടങ്ങിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രസിഡന്റ് കെ സാവത്രി അധ്യക്ഷയായിരുന്നു. അസോസിയേഷൻ സെക്രട്ടറി ആശാ ശശിധരൻ സ്വാഗതം ആശംസിച്ചു. പ്രമുഖ എഴുത്തുകാരി പ്രൊഫസർ ഒലീന വിഷയാവതരണം നടത്തി. നമുക്ക് കിടക്കാൻ ഒരു പിടി മണ്ണും കിടക്കാൻ ഒരു കൂരയും അക്ഷരാഭ്യാസം ചെയ്യാൻ ഒരു പൊതുവിദ്യാഭ്യാസത്തിന്റെ ആനുകൂല്യവും കിട്ടിയതിന്റെ വെളിച്ചത്തിലാണ് ഇങ്ങനെ നമ്മളൊക്കെ വന്നിരിക്കുന്നത്. കേരളത്തിൽ പൊതുവിദ്യാഭ്യാസം നടപ്പിലാക്കി അവിടെ ആണും പെണ്ണിനെ മാറ്റി നിർത്തിയിട്ടില്ല. അങ്ങനെ മാറ്റി നിർത്താത്തത് കൊണ്ടാണ് നമ്മൾ ജാതിയുടെയും മതത്തിന്റെയും ഒന്നും ഭേദമില്ലാതെ ഇങ്ങനെ വന്നിരിക്കാൻ കഴിഞ്ഞവര്. ആറടി മണ്ണിന് അവകാശികളായി ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയതിന്റെ ആനുകൂല്യം കൊണ്ട് ആറടി മണ്ണിന് അവകാശികളാവുക മാത്രമല്ല ചെയ്തത്, പള്ളിക്കൂടങ്ങളിൽ പോകാൻ പറ്റി, ഫീസ് അടച്ച് പഠിക്കാൻ പറ്റി. അങ്ങനെ പഠിച്ചതിന്റെ ആനുകൂല്യം കൊണ്ടാണ് കുറഞ്ഞ പക്ഷം അക്ഷരാഭ്യാസമുള്ളവരായി നമ്മൾ മാറിയത്. 100 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ ശൈശവ വിവാഹം അനീതിയാണ് എന്ന്, അത് നിയമപരമായി തടയേണ്ടതാണ് എന്ന് തീരുമാനിക്കാൻ ബ്രിട്ടീഷുകാരുടെ സഹായം തേടിയെങ്കിലും അന്ന് നടപ്പിലാക്കിയെടുത്തുന്നത് 2013 എത്തുമ്പോ 100 വർഷം വനിതാ ദിനം ആഘോഷിച്ചവരാണ് നമ്മൾ, കൊണ്ടാടിയവരാണ്. അതിനുശേഷം വരുന്നു 16 വയസ്സിൽ വിവാഹം നടത്താം. ന്യായീകരണങ്ങൾ, സ്പഷ്ടീകരിച്ചുകൊണ്ടുള്ള ന്യായീകരണങ്ങളാണ് അതിലേറെ തമാശ. ആ നിയമം വായിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ സർക്കുലർ മാത്രം വായിക്കാം. സ്ത്രീക്ക് വിവാഹ സമയത്ത് 18 വയസ്സ് തികയാതെയും ബ്രാക്കറ്റിൽ 17 മേൽ നടന്നിട്ടുള്ള മുസ്ലിം വിവാഹം രജിസ്റ്റർ ചെയ്യപ്പെടൽ നിയമപ്രകാരം മതാധികാര സ്ഥാനം നൽകുന്ന സാക്ഷ്യപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ വിവാഹം രജിസ്റ്റർ ചെയ്ത് നൽകുന്നതിന് നിയമപരമായി തടസ്സമില്ല. യാക്കൂ മാർ കുറിലോസ് തിരുമേനി, ഡോക്ടർ എം ബഷീർ മൗലവി, MS സുധ, സംഘാടക സമിതി ചെയർപേഴ്സൺ ഫാത്തിമ ഖാൻ, CDS ചെയർപേഴ്സൺ സുലോചന എന്നിവർ സംസാരിച്ചു. PC ന്യൂസ്, പത്തനാപുരം.